ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമുക്കൊരു ചിക്കൻ കറി വെച്ച് നോക്കിയാലോ? കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? അടിപൊളിയാണ് കേട്ടോ. ഞാനിങ്ങനെയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മൾ ഈ ഉണ്ടാക്കണത് മറ്റുള്ളവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ? എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കുറച്ച് കമൻസും ഒക്കെ ഇങ്ങോട്ട് പോരട്ടേന്നേ. എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് നമ്മൾ കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണേ. എന്നാൽ പിന്നെ നമുക്കിനി അതിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ. അതിലേക്ക് ഞാനിവിടെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും നമ്മുടെ സവോളയൊക്കെ കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്താലോ? നന്നായിട്ട് നീളത്തിൽ ആയിക്കോട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും സവോളയൊക്കെ കൂട്ടി നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ചോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നും പറച്ചിലില്ല, ഞാൻ ഇച്ചിരി എണ്ണ കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട്. എണ്ണ കൂടുതലൊന്നും അല്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, നമ്മുടെ വെളിച്ചെണ്ണയല്ല കേട്ടോ. അതിലേക്ക് ഇത്തിരി സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ എൻ്റെ കയ്യിലുള്ള സ്പൈസസ് ഒക്കെ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ മസാല ആയിട്ട് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ അപ്പോൾ കുറച്ച് എൻ്റെ കയ്യിൽ ഇരുന്നെന്ന് വെച്ചാൽ കറുവപ്പട്ടയും പിന്നെ നമ്മുടെ 2-3 ഗ്രാമ്പൂ, നമ്മുടെ പെരുംജീരകം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവോള എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നല്ല ഒരു കുറച്ച് തവണയൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും മതിയാവും കേട്ടോ. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവേ. അങ്ങനെ സവോള അവിടെ കിടക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ്. 2 അത്യാവശ്യം വലിപ്പമുള്ള തക്കാളിയായിരുന്നു കേട്ടോ. അതിനെയും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ സവോള ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഈ സമയം ഒരു നുള്ളു ഉപ്പ് ചേർക്കാം, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്താൽ മതിയാവും. അതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. അതിൻ്റെ എന്താ പറയുക, തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഒരു സമയം വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇനി 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടേ, കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് മതി, ഇത്രയും മതിയാവും കേട്ടോ. ഇനി എന്നാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോളുക. കാരണം നമ്മൾ എണ്ണ അധികം തന്നെ ഒഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ ചിലപ്പോൾ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് അതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല മിക്സ് എല്ലാം കൂടെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മിക്സിയുടെ കുഞ്ഞ് ജാർ എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തോളുക. ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോളുക കേട്ടോ. വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല, നന്നായിട്ട് തന്നെ അല്ലാതെ തന്നെ അരഞ്ഞു കിട്ടും. വേറെ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ടതും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്, ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒരു കടായി വേഗം തന്നെ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടല്ലോ. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തോളുക. ഒരുപാട് വേണമെന്നില്ല, എണ്ണയൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ഇതിനകത്ത് ഇച്ചിരി കുറച്ച് വെച്ചു കേട്ടോ. എല്ലാ ദിവസവും ഇനി എല്ലാവരും എന്താ വിചാരിക്കാമെന്ന് ഓർത്തിട്ടാണേ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, അവനവൻ്റെ ഹെൽത്തിനും കൂടെ നല്ലതാണല്ലോ, അതങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തൊടിച്ചിട്ടൊന്നുമില്ല, നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു സ്വല്പം, അതായത് ഒരു കുഞ്ഞു സവോളയുടെ പകുതി അരിഞ്ഞതും പിന്നെ ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും. ആദ്യം നമ്മൾ പച്ചമുളക് അരിഞ്ഞത് വഴറ്റാനായിട്ട് ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തോളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി മതിയാവുമല്ലോ. അതൊന്ന് ഇട്ട് കൊടുത്തോളുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തോളുക. അപ്പോൾ ഇങ്ങനെ പൊടികൾ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അത് തന്നെ ഇട്ട് നമ്മൾ ഇളക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണേ. അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെ ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സാധാരണ മുളക് പൊടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല എരിവ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ എരിവ് ഒത്തിരി വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ കാശ്മീരി പൊടിയും കൂടെ ഉപയോഗിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ മുളക് പൊടി കുറച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി അതും കൂടെ നന്നായിട്ടൊന്നിട്ട് എന്താ പറയുക ചൂടാക്കി എടുത്തോളൂ. പൊടി നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തോളാം കേട്ടോ.
അപ്പോൾ ആ പൊടി മൂത്ത് വരുമ്പോൾ നല്ല കളറ് നല്ല തിക്ക് ബ്രൗൺ കളറിൽ വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു പരുവം ആവുന്നിടം വരെ ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയുടെ മിക്സ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്തോളുക. ഇനിയിപ്പോൾ ആ മിക്സിയുടെ ജാറും കൂടെ ഒഴിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കൊടുത്തിട്ടില്ല. സ്വല്പം നേരം ഇതൊന്ന് ഇളക്കി മിക്സ് എല്ലാം കൂടി ഒന്ന് റെഡി ആക്കിയിട്ടാണ് കേട്ടോ പിന്നീടാണ് എല്ലാം ഒന്ന് കഴുകി ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അങ്ങനത്തെ ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി നമ്മൾ ആ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ചാറ് ഒത്തിരി വേണ്ടവർക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. പച്ചവെള്ളം എന്തായാലും ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല. എന്താണെന്ന് വെച്ചാൽ കറിയുടെ ആ ഒരു രുചി മണമൊക്കെ നഷ്ടപ്പെടും പച്ചവെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അതേ മറിച്ച് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ രീതി തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. എന്തായാലും നമ്മളിവിടെ വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനെ എല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഏകദേശം ഒരു എന്താ പറയുക ആ വെള്ളവും മിക്സും എല്ലാം കൂടെ ഒന്ന് റെഡി ആയി വരുമ്പോൾ നമുക്കറിയാമല്ലോ ചെറുതായിട്ട് ഒരു തിള പോലെ വരുമല്ലോ. ആ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കനെ എല്ലാം കൂടെ അതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ എല്ലാം നമ്മുടെ മസാലക്കൂട്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി പരുവായിട്ട് നമുക്ക് ഇത്തിരി സ്വല്പം ഉപ്പും കൂടി ഇട്ട്, അതായത് നമ്മൾ ആദ്യം കുറച്ചൊക്കെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു 15 to 20 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ചിക്കൻ്റെ അകത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പിന്നെ ചില ചിക്കന് മാത്രം നമ്മൾ കുറച്ച് സ്വല്പം വെള്ളം ചേർക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതാ ഈ ഇത് എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 1 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ആദ്യം സ്പൈസസ് ഇട്ട് കൊടുത്തിരുന്നത് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഗരം മസാല ഇട്ട് കൊടുത്തത്. ഇനി സ്പൈസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗരം മസാല പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം വേണമെങ്കിൽ ഒരു സ്വല്പം ഇട്ട് കൊടുത്തേച്ചാൽ മതി. ആ ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം, ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് മാത്രം. അത് നിർബന്ധമൊന്നുമില്ല. കാരണം നല്ല സ്പൈസസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പ്രത്യേകിച്ച് ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ചിക്കൻ മസാല തൊടിയിക്കേ വേണ്ട. ചിക്കൻ മസാല തൊടിയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണേ. അപ്പോൾ ദാ ഇനി നമുക്കൊരു 15 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അതും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. അങ്ങനെ ഇതാ നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നല്ല സെറ്റപ്പായിട്ടിരിക്കുന്നുണ്ട്. എന്നാലും സ്വല്പം നേരം കൂടെ അവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇത്രയും ഗ്രേവി ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഒരുപാട് ഗ്രേവി ആയാലും ഒരു സുഖമില്ല. എന്താ പറയുക, ഒരു തിക്കാണ്, എന്നാൽ പോലും ഒരു രസമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വല്പം കൂടെ ഗ്രേവി വറ്റി പോകുന്നതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയെ ഒന്ന് ഇളക്കിയും പെറുക്കിയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടാനുള്ളൊരു സംഭവമാണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുവേ ബട്ടർ ഇട്ട് കൊടുക്കുക. ശരിയാണ്, ബട്ടർ നമ്മൾ ഇട്ട് കൊടുക്കാണ്ട്. ബട്ടർ ചിക്കനൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പ്യൂർ ആയിട്ടുള്ള ബട്ടർ ചിക്കനൊന്നും അല്ല കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ബട്ടർ ചിക്കനാണ്. പക്ഷേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്വല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റേജിൽ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ബട്ടർ ഇഷ്ടമല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ബട്ടറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും വലിയ ടേസ്റ്റ് വ്യത്യാസം എന്ന് പറയാൻ അങ്ങനെയല്ല. എന്നാൽ കറിക്ക് നല്ലൊരു പ്രത്യേക സ്വാദാണ്. എന്നാൽ ഒരു നമ്മുടെ നെയ്യൊക്കെ ചേർക്കുന്ന പോലെയുള്ള ഒന്നും അങ്ങനെയൊന്നും വരാറില്ല. ഇനിയിപ്പോൾ നമ്മുടെ ആ മല്ലിയിലെ ബട്ടറും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വന്നോട്ടെ. അതായത് ഒരു മിനിറ്റൊക്കെ വെച്ചാൽ മതി. 1 മിനിറ്റ് 2 മിനിറ്റ്, അത് കൂടുതലൊന്നും പോകണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ നല്ല സെറ്റപ്പായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, കാണാനും കളർഫുള്ളല്ലേ, അടിപൊളിയല്ലേ എന്നൊക്കെ നോക്കിക്കേ. വെറും സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒത്തിരി പണിയൊന്നുമില്ല അല്ലേ. സവോളയൊക്കെ നമ്മൾ ഈ വഴറ്റി സമയം കളയേണ്ട വലിയ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല. അതിനെ ഒന്ന് ജസ്റ്റ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയൊക്കെ എടുത്ത് വെച്ചാൽ മതിയാവും. അതുപോലെ തന്നെ മാറ്റി വെച്ചതും തണുത്ത് കഴിയുമ്പോൾ ഒന്ന് അരച്ച് ഈ കറിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായേ. പിന്നെ ഇച്ചിരി മസാലയും കൂടെ ചേർത്താൽ മതി. ചിക്കൻ മസാല നമ്മൾ തൊടിയിച്ചിട്ടേ ഇല്ല.
അപ്പോൾ ഇതാ നോക്കിയേ, നല്ല അടിപൊളി സെറ്റപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ.